സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള വളഞ്ഞ വഴി പിണറായി സർക്കാരിനെ എത്തിച്ചത് നാണക്കേടിന്റെ പടുകുഴിയിലോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആന്റണി രാജു, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് 12 ദിവസമായി. സെൻകുമാറിനെ വീണ്ടും പോലീസ് മേധാവിയായി നിയമിക്കണം എന്ന വിധി ഇത് ഇന്ന് സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചു. ഈ വെളിപാട് ഒരു 10 ദിവസം മുൻപെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നു. ഒരു ക്ലാരിഫിക്കേഷൻ ഹർജിയുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പേ പോകാതെ തന്നെ ഈ പ്രശ്നം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ചിരുന്നുവെങ്കിൽ കുറേ കൂടെ ഗ്രേസ്ഫുൾ ആകുമായിരുന്നു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു കേസിലെ ലിറ്റിഗൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ശ്രീ ടി.പി. സെൻകുമാറിനെ ഈ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി. അദ്ദേഹം നേരെ അതിനെതിരെ അപ്പീലുമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 4 അംഗ ബെഞ്ച് അടങ്ങുന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അദ്ദേഹം അപ്പീലുമായി പോയി. അവിടെ ശ്രീ സെൻകുമാറിൻ്റെ ഹർജി തള്ളുകയും ഗവൺമെൻറ് എടുത്ത നിലപാടിനെ ശരിവയ്ക്കുകയും ചെയ്തു. ശ്രീ സെൻകുമാർ എന്താ ചെയ്തത്? അതിൻ്റെ മുകളിൽ നേരെ ഹൈക്കോടതിയിലേക്ക്, ഡിവിഷൻ ബെഞ്ചിലേക്ക് അദ്ദേഹം അപ്പീൽ പോവുകയാണ് ചെയ്തത്. ആ അപ്പീലിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, ശ്രീ സെൻകുമാറിനെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തെ അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനെതിരെ ശ്രീ സെൻകുമാർ സുപ്രീം കോടതിയിലേക്ക് പോയി. അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി വാങ്ങിച്ചു. ഗവൺമെൻറ് എന്താ ചെയ്തത്? ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട്, നിയമപരമായ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാൻ കഴിയില്ല. റിവ്യൂ വേണമെങ്കിൽ ഫയൽ ചെയ്യാം, ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. അപ്പോൾ ഗവൺമെൻറ് ഒരു ലിറ്റിഗൻ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ശ്രമം വരെ ഗവൺമെൻറ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടത് മനഃപൂർവ്വം ഈ നിയമനം വൈകിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ്. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഹർജി ഇന്ന് തള്ളിയതും. മാത്രമല്ല, അവസാനം 25,000 രൂപ കോടതി ചെലവായി നൽകണമെന്ന ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചതും ഇതിനായി ഉത്തരവിറക്കിയതും അതേ സമയത്ത് തന്നെയാണല്ലോ ഈ ഹർജി പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സർക്കാരിൻ്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകന് വേണമെങ്കിൽ ഈ ഹർജി പിൻവലിക്കാം, പക്ഷേ ഈ 25,000 രൂപ അടച്ചേ പറ്റൂ എന്ന് കോടതി നിഷ്കർഷിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ സെൻകുമാറിന്റെ നിയമനം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യം സുപ്രീം കോടതിക്ക് ഉണ്ടായി. മനഃപൂർവ്വമായി സെൻകുമാറിന്റെ നിയമനം വൈകിപ്പിച്ചു എന്നുള്ള തോന്നലിൻ്റെ പേരിലല്ല ഇന്ന് ഹർജി തള്ളിയത്. മറിച്ച് ഈ വിധിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അത് സംഗതി വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ ഓർഡർ, ഈ ഒരു ക്ലാരിഫിക്കേഷന് നിങ്ങൾ കോടതിയിലേക്ക് വരേണ്ടതില്ല, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ തന്നെയുള്ള സംവിധാനം ഉപയോഗിച്ച് ക്ലാരിഫിക്കേഷന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തള്ളിയത്. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതനുസരിച്ച് മനഃപൂർവ്വമായി ഇത് വൈകിക്കുകയാണ് എന്ന് ഗവൺമെൻറ്റിന് തോന്നുന്നുവെങ്കിൽ സുപ്രീം കോടതി നടപടി എടുക്കേണ്ടത് ശ്രീ സെൻകുമാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷനിലാണ് നടപടി എടുക്കേണ്ടത്. അത് സർക്കാർ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ സുപ്രീം കോടതി. നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ഇവിടെ അവസാനിപ്പിച്ചത് സർക്കാരിന്റെ ഈ വ്യക്തത വരുത്തൽ ഹർജിയാണ്. ആ ഹർജിയാണ് അതെടുത്ത് ദൂരെ കളഞ്ഞിപ്പോൾ. പ്രതിപക്ഷം ആരോപിച്ച ഒരു കാര്യമുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ വരാന്തയിൽ പോലും ചെന്ന് നിന്നാൽ അംഗീകരിക്കപ്പെടാത്ത ഒരു ഹർജിയുമായാണ് സർക്കാർ പോകുന്നതെന്ന് ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. കോടതിയലക്ഷ്യ ഹർജി അവിടെ കിടപ്പുണ്ട്. അതിൽ സർക്കാരിന്റെ വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഹർജിയിൽ സർക്കാരിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഈ വിശദീകരണം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്നിപ്പോൾ പൊടുന്നനെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഈ നിർദ്ദേശം നൽകിയതും. അല്ല മഞ്ജുഷ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഈ ക്ലാരിഫിക്കേഷൻ ഹർജി തള്ളിയത് ഈ നിയമനം വൈകിപ്പിച്ചതിൻ്റെ പേരിലല്ല, മറിച്ച് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല, അനാവശ്യമായൊരു പെറ്റീഷനാണ് ഫയൽ ചെയ്തതെന്ന് സുപ്രീം കോടതി പറയുന്നതുകൊണ്ടാണ്. മറ്റേ അനാവശ്യമായി വൈകിച്ചു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിലെ ആ പെറ്റീഷൻ മാത്രമേ സുപ്രീം കോടതി നടപടിയെടുക്കുകയുള്ളൂ. ഈ വൈകിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഒരു പരാമർശം ജസ്റ്റിസ് ലോക്കൂറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ രണ്ട് വാദങ്ങളാണല്ലോ ഈ വ്യക്തത എന്ന പേരിൽ സർക്കാർ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതി മുൻപാകെ. ഈ പോലീസ് ചീഫ് എന്ന പദവും ഹെഡ് ഓഫ് പോലീസ് ഫോഴ്സ് എന്ന പദവും, DGP ആൻഡ് ഹെഡ് ഓഫ് ദ പോലീസ് ഫോഴ്സ്, അതേപോലെ തന്നെ പോലീസ് ചീഫ്, ഇതിലേത് പദമാണ് ഉള്ളത് എന്ന കാര്യം. അതിൽ പോലീസ് ചീഫായിട്ടല്ല, പോലീസ് മേധാവിയായിട്ടല്ല സെൻകുമാറിനെ നിയമിച്ചിരിക്കുന്നത് എന്ന വികലമായ ഒരു വാദം കണ്ടെത്തുകയായിരുന്നു. അത് കോടതി തള്ളിക്കളഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഈ ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച കാര്യവും
വിജിലൻസ് ഡയറക്ടറെ നിയമിച്ച കാര്യവും ഇതെല്ലാം ഒരേ ഉത്തരവിൽ കൂടിയാണ് വന്നത്. ഇതിലും ഒരു വ്യക്തത വേണം, അവരുടെ പദവിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. ഇതും കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. അവിടെ തന്നെയാണ് കോടതി പറഞ്ഞത്, ഈ സെൻകുമാർ നേരത്തെ ഈ വാദങ്ങൾ നടന്ന സമയത്ത് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സെൻകുമാറിൻ്റെ അഭിഭാഷകൻ ഈ ആരോപണങ്ങൾ എന്നാൽ ഞങ്ങൾ ഈ ഉത്തരവിൽ കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഈ ആരോപണങ്ങൾ ശരിയായ ആരോപണങ്ങൾ തന്നെയാണെന്ന്. ഈ ഒരു പരാമർശം സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഹെഡ് ഓഫ് ദി പോലീസ് ബ്രാക്കറ്റിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുകയും, എന്നാൽ ഓപ്പറേറ്റിംഗ് പോർട്ടിലെ ഉത്തരവിൽ സുപ്രീം കോടതിയുടെ ആ ഉത്തരവിനാണ് ഏറ്റവും അവസാനത്തെ 96ാമത്തെ പാരഗ്രാഫിലെ ഉത്തരവിൽ വന്നപ്പോൾ ആ നിയമനത്തിലെ ആ വാക്കുകൾ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഹെഡ് ഓഫ് ദി പോലീസ് എന്നുള്ള ആ രണ്ട് പദവികളും ഓപ്പറേറ്റിംഗ് പാർട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. അത് ഞാൻ പറയാം, ഇത് സുപ്രീം കോടതി എന്ത് ചെയ്താലും നമുക്കറിയാമല്ലോ, ഒരു ക്ലാരിഫിക്കേഷൻ ഗവൺമെന്റിന് ചോദിക്കണമെന്ന് തോന്നി ശരി, അതിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്ന് ഇക്കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ജഡ്ജി പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങളുടെ ഉത്തരവ് ക്ലിയർ ആണ്, അതിൽ ഒരു വ്യക്തതയും വരുത്തേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ വാദം ശരിക്കും ഉന്നയിക്കുവാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല. ശ്രീ PC വിഷ്ണുനാഥ്, സർക്കാരിന് അവകാശമുള്ളതല്ലേ ഇത്തരമൊരു വ്യക്തത തേടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ? ആ ഒരു അവകാശം സർക്കാർ ഇവിടെ വിനിയോഗിക്കുകയാണ് ചെയ്തത്. അതിൽ തെറ്റ് കണ്ടെത്തേണ്ട കാര്യമുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ആദ്യത്തേതിനാണ് ഇത്ര ദയനീയമായ ഒരു പതനവും ഇത്ര ഒരു നാണക്കേടും കോടതിയിലേക്ക് കോടതി ചെലവ് കെട്ടിവെക്കേണ്ട സമാനതകൾ സമീപകാലത്തില്ലാത്ത ഒരു സാഹചര്യവും എരന്ന് ഈ സർക്കാർ വാങ്ങിയതാണ്. ഇത് ഈ സർക്കാരിൻ്റെ ഒരു ശൈലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇങ്ങനെ തലയ്ക്ക് അടി കിട്ടി എന്നാലും അഹങ്കാരം കുറയാതെ വീണ്ടും അടി വാങ്ങിക്കുന്ന ഒരു ശൈലി. ശ്രീ ആൻ്റണി രാജു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് കൃത്യമായി ഞാനും ആവർത്തിക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനം തെറ്റാണെന്ന് കൃത്യമായി വിധി എഴുതി ഉത്തരവ് വന്നു. ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നവും ഇല്ല. കാരണം റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് കൃത്യമായി പറയുമ്പോൾ പഴയ ലോക്നാഥ് ബെഹ്റ DGP അല്ലാതെ ആവുകയും സെൻകുമാറിനെ നിയമിക്കുകയും ചെയ്യണം എന്നുള്ളത്. ഇനി നിയമ സെക്രട്ടറിയുടെ നിയമോപദേശം അതെന്താ ഇവർ പറയാത്തത്? നിയമ സെക്രട്ടറിയുടെ നിയമോപദേശത്തിന് അപ്പുറത്തല്ലേ ഈ ക്ലാരിഫിക്കേഷൻ? നിയമ സെക്രട്ടറിയുടെ നിയമോപദേശം ഉണ്ടായിരുന്നോ? ക്ലാരിഫിക്കേഷൻ ശ്രീ PC വിഷ്ണുനാഥ്, നിയമ സെക്രട്ടറിയുടെ നിയമോപദേശത്തിൽ പറയുന്നുണ്ടായിരുന്നു നിയമോപദേശം തേടണമെന്ന്. നിയമോപദേശം തേടണമെന്ന കാര്യം പറഞ്ഞു. അവിടെ അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശമാണ് സർക്കാരിനെ ഈ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചത്. അഡ്വക്കേറ്റ് ജനറലാണ് ഉത്തരവാദി. അപ്പോൾ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലിനും അതുപോലെ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ പിണറായി വിജയന് തന്നെ ആഭ്യന്തര വകുപ്പ് തുടരാനുള്ള ധാർമ്മികമായ അവകാശം ഇത്ര വലിയ ഒരു തിരിച്ചടിയോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേസിൽ തന്നെ ശ്രീ TP സെൻകുമാർ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് CPM-നെതിരായ ചില കേസുകൾ, ആ കേസുകളിൽ അദ്ദേഹം എടുത്ത ഒരു സ്റ്റാൻഡിൻ്റെ പേരിൽ ഉള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർത്തുകൊണ്ടാണ് എന്നെ മാറ്റിയത്. ഇന്നിപ്പം മഞ്ജുഷ് പറഞ്ഞല്ലോ, ജഡ്ജി പറഞ്ഞത് എന്താണ്? ഓറൽ ഒബ്സർവേഷനിൽ പറഞ്ഞു പൊളിറ്റിക്കൽ മാലഫൈഡ്സ് ഉണ്ട് എന്ന ആ കാര്യം ഞങ്ങൾ എടുത്തില്ല, അതിൻ്റെ ഗ്രേറ്റർ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങൾ പോയില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ 12 ദിവസമായി ഞങ്ങളുടെ ഒരു ക്ലിയർ ജഡ്ജ്മെൻറ്റ് നടപ്പിലാകാതെ ഈ മുട്ടിനായവും പറഞ്ഞ് ഇവിടേക്ക് വരുന്ന ഈ സാഹചര്യം കാണുമ്പോൾ ആ പൊളിറ്റിക്കൽ മാലഫൈഡ്സ് ഉണ്ടായി എന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു എന്ന് കോടതി പറഞ്ഞ തലക്കിട്ടുള്ള ഒരു അടിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, ഇവർ വളരെ ഹീനമായ ഒരു കുബുദ്ധിയാണ് ആലോചിച്ചത്. കാരണം ഈ കേസിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇത് കൊടുക്കുകയും എന്നിട്ട് ഇവർ പറഞ്ഞു കണ്ടംപ്റ്റും ഇതോടെ ഒരുമിച്ച് കേൾക്കണമെന്ന് പറയുകയും ഇനി 9-ാം തീയതി മാത്രമാണ് കോടതി ആകെ ഒരു ദിവസം ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് 9-ാം തീയതി മാത്രമേ ഉള്ളൂ. റിവ്യൂ ഉണ്ട്, പുനഃപരിശോധന ഹർജിയുണ്ട്, റിവ്യൂ ഹർജിയുണ്ട്, റിവ്യൂ ഹർജിയുമുണ്ട്, കണ്ടംപ്റ്റുമുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ കൊടുത്തിരിക്കുന്നത് വ്യക്തത ഹർജി. ഈ 3 ഹർജിയല്ലേ? സർക്കാരിന്റെ 2 ഹർജികളും സെൻകുമാറിന്റെ 1 ഹർജിയും. മഞ്ജുഷേ, ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ പോയിന്റ് പറയാം. അതായത് ഇവരുദ്ദേശിച്ചത് ഇത് വെച്ച് നീട്ടിയിട്ട് ഈ 9-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ജൂലൈ 4-ന് കോടതിയുള്ളൂ, ജൂൺ 30-ന് സെൻകുമാറിൻ്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ
ഇത് 9-ാം തീയതി കഴിച്ചു കിട്ടിയാൽ പിന്നെ ജൂൺ 30 കഴിയും. അപ്പോൾ ഇതിൽ പിടിച്ചുകൊണ്ട് സെൻകുമാറിനെ നിയമിക്കാതിരിക്കാനുള്ള ഒരു ഹീനബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ് നടന്നത്. അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് കോടതി ഇതെടുത്ത് തോട്ടിക്കളയുകയും ഈ കോടതി ചെലവ് ഈടാക്കുകയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ഗവൺമെൻറ് ഈ നാണക്കേട് എരന്നു വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ എന്ത് വ്യക്തതയായിരുന്നു സർക്കാരിന് വേണ്ടത്? ആ വ്യക്തത സംബന്ധിച്ച് എന്തെങ്കിലും സുപ്രീം കോടതിയിൽ ഇന്ന് ബോധ്യപ്പെടുത്താൻ ക്ലിയറായി പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഇത് പിൻവലിക്കാമെന്ന് പറയുകയും വേണ്ട പിൻവലിച്ചാലും ഈ കാശ് അടയ്ക്കേണ്ടി വരും എന്ന് കോടതി പറയുകയും ചെയ്യുന്ന ഈ നാണം കെട്ട സാഹചര്യം ഗവൺമെൻറ് എരന്നു വാങ്ങിച്ചതാണ്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, സർക്കാരിന് പറ്റിയ പാളിച്ച എവിടെയാണ് ഈ വ്യക്തതാ ഹർജിയിൽ? സർക്കാരിന് ഈ ഒരു വ്യക്തത സർക്കാരിന് വേണ്ടിയിരുന്നുണ്ടാവും. പക്ഷെ കോടതിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഓർഡറിലൊരു ക്ലാരിറ്റി ഇല്ല എന്ന് കോടതി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. ഇത് വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു, റീഇൻസ്റ്റേറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്കാണ് കോടതി നിന്നത്. അങ്ങനെ ഈ ക്ലാരിഫിക്കേഷൻ ആപ്ലിക്കേഷൻസ് എപ്പോഴും വേണ്ടത് ഈ ഓർഡറിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റീവ് പോർഷൻസ് വായിച്ചാൽ മനസ്സിലാവില്ല എന്നുള്ള ഘട്ടത്തിലാണ്. ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പോൾ ഗവൺമെൻറ്റിനൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അവകാശപ്പെടാവുന്നതാണ്. ആസ് ഓഫ് റൈറ്റ് അല്ല, അതൊരു കോടതിയായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. കോടതിക്ക് തോന്നുകയാണ്, ഞങ്ങളൊരു ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും കോടതിക്ക് തോന്നുകയാണ് ഞങ്ങളുടെ ഓർഡർ ഇത്രയും കൂടി ക്ലാരിറ്റി വേണമായിരുന്നു എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ കോടതി സാധാരണ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. പക്ഷേ വളരെ ഒരു 5% കേസുകളിലൊക്കെയാണ് ഇതുപോലെ ക്ലാരിറ്റി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഈവൻറ്റ്സ് കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമോ വരാറുള്ളൂ. ഈ 95% കേസുകളിൽ തന്നെ ഈ കേസും പെട്ടിട്ടുണ്ടെന്നുള്ളൊരു വ്യൂ ആണ് കോടതി എടുത്തത്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചത്, കോടതിക്കൊരു ഫീലിംഗ് ഉണ്ടായി ഇന്ന് ഈ ക്ലാരിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ളൊരു ഫീല് കോടതിക്ക് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഇന്ന് കോസ്റ്റ് 25,000 ഇമ്പോസ് ചെയ്തത്. 25,000 ഇമ്പോസ് ചെയ്തത് വലിയൊരു എമൗണ്ട് ആയിട്ടല്ല, അതിലെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. അങ്ങനെയാണ് ആ കണ്ടംപ്റ്റ് പെറ്റീഷൻ ട്യൂസ്ഡേയിലേക്ക് പോസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ കോടതി പറയുന്നത് നിങ്ങൾ അത് അപ്പോയിൻറ്റ് ചെയ്തു എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ ദുഷ്യന്ത് ദവേ, TP സെൻകുമാറിൻ്റെ ലോയർ ദുഷ്യന്ത് ദവേ നളിനി നെറ്റോയുടെ പേഴ്സണൽ പ്രസൻസ് 9th വരണം എന്ന് പറഞ്ഞപ്പോൾ കോടതി അത് വേണ്ട, 9th നമുക്ക് കാണാം എന്താ സംഭവിക്കണമെന്നുള്ളത് അപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ ജയദീപ് ഗുപ്ത റിവ്യൂ പെറ്റീഷൻ്റെ കൂടെ ഈ പെറ്റീഷനും കൂടി കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി അതിനും തയ്യാറാവില്ല എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം ജയദീപ് ഗുപ്ത ഇങ്ങനെ പറയുകയുണ്ടായി, ഞങ്ങളുടെ ക്ലയൻസിന് ഇത് ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്, റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്, അത് അവർ ചെയ്യുന്നുണ്ടെന്നുള്ള നിലയ്ക്കൊരു പരാമർശം ഉണ്ടായപ്പോൾ കോടതി പറഞ്ഞു അത് നിങ്ങളുടെ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷനാണ്, 9th ഞങ്ങൾ എന്തായാലും കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഡിക്കേഷൻസ് വളരെ ക്ലിയർ ആണ്. 24/4 വന്ന ജഡ്ജ്മെൻറ്റ് വളരെ ക്ലിയർ ആണ് കോടതിയെയും TP സെൻകുമാറിനെയും സംബന്ധിച്ചോളം. ഈ ഗവൺമെൻറ്റിന് ഒരു 13 days ഡിലേ വന്നു. ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലും ക്ലാരിറ്റി കുറവ് ഉള്ളതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ചിലപ്പോൾ ഈ ഓർഡറിനും ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഗവൺമെൻറ്റിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർ ക്ലാരിറ്റി ചോദിക്കുന്നതിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ടാണല്ലോ ഈ ഒരു വർഷത്തെ ഭരണം പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ക്ലാരിറ്റി കുറവാണ്, എന്ത് വ്യക്തത കുറവാണ്, ഈ എന്ത് വ്യക്തത കുറവാണ്, അത് തന്നെ ജഡ്ജിമാർ ഇന്ന് ചോദിച്ച കാര്യമാണല്ലോ. എന്ത് വ്യക്തത കുറവാണ് ഇതിൽ ഉള്ളത് എന്ന് വാദത്തിന്റെ സമയത്ത് ഉന്നയിക്കപ്പെടാതെ പോയ കാര്യങ്ങൾ എന്ന് പോലും പറയുകയുണ്ടായില്ലേ? അല്ല മഞ്ജുഷ്, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ക്ലാരിറ്റി കുറവ് ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെന്റിന് പല കാര്യങ്ങളിലും ക്ലാരിറ്റി കുറവുള്ളതുപോലെ തന്നെ ഇതിലും സംഭവിച്ചു. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വർഷത്തെ ഭരണം ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ രാജു എബ്രഹാം MLA ടെലിഫോൺ ലൈനിൽ വളരെ കുറച്ച് CPM-ന്റെ വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അതിലൊരാളാണ് ശ്രീ രാജു എബ്രഹാം. MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജു എബ്രഹാം, നേരത്തെ തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ, സെൻകുമാറിന് പോലീസ് മേധാവിയുടെ തൊപ്പി തിരികെ നൽകിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നുവല്ലോ. ഇന്ന് ധൃതി പിടിച്ച് ഇത്തരം ഒരു ഫയലിൽ ഒപ്പിടേണ്ട ആവശ്യം വരില്ലായിരുന്നുവല്ലോ. അല്ല, ഇവിടെ ഗവൺമെന്റിന് നാണക്കേടൊന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് സുപ്രീം കോടതി വിധി അംഗീകരിക്കുമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ അത് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞാൽ അത് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പറഞ്ഞത്. വ്യക്തത വേണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്?
ഇവിടെ ജേക്കബ് തോമസിന്റെയും ബെഹ്റയുടെയും എല്ലാം നിയമനം ഒരേ ഉത്തരവിലാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ പോസ്റ്റ് ചെയ്യണം, കാരണം ആ റാങ്കിൽ നിൽക്കുന്ന ആളുകളാണ്. അത് സംബന്ധിച്ച്